ഭരചന്ദ്രൻ IPS നിന്ന് പുറത്തേക്ക് വരാനായിട്ട് സുരേഷ് ഗോപിക്ക് ഇന്നുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ ഈ സുരേഷ് ഗോപി ഒരു വൻ പരാജയമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. തൃശ്ശൂർ പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽപ്പെട്ടിട്ടുള്ള ഏതൊരു വോട്ടർക്കും തങ്ങളുടെ MP ആണ് സമീപിക്കുന്നത്, BJP-കാരനെ അല്ല. സുരേഷ് ഗോപി മനസ്സിലാക്കേണ്ടത്, സുരേഷ് ഗോപി ഇപ്പോൾ ഒരു BJP-കാരൻ മാത്രമല്ല, അല്ലെങ്കിൽ ഒരു ചാണക സംഖ്യയല്ല സുരേഷ് ഗോപി. സുരേഷ് ഗോപി തൃശ്ശൂരിന്റെ MP ആണ്. ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ ബാധ്യസ്ഥനാണ് താങ്കൾ. അത് മനസ്സിലാക്കണം. സുരേഷ് ഗോപി മനസ്സിലാക്കേണ്ടത് ഇത് സിനിമയല്ല ജീവിതമെന്ന് ഇനിയെങ്കിലും ഒക്കെ മനസ്സിലാക്കണ്ടേ. നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സുരേഷ് ഗോപിയുടെ രീതികൾ അല്ലെങ്കിൽ പ്രതികരണങ്ങളെല്ലാം സിനിമാറ്റിക് ആണ്. മുമ്പും അങ്ങനെ തന്നെയാണ്. പക്ഷെ സാധാരണക്കാരായ ആളുകളോട് പെരുമാറുന്ന അല്ലെങ്കിൽ അവർക്ക് നൽകുന്ന ഉത്തരങ്ങളെല്ലാം ഒരു സിനിമാ ഡയലോഗ് പറയുന്ന രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. എങ്ങനെ തോന്നുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു പ്രതികരണങ്ങളെ? സുരേഷ് ഗോപി കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടല്ല, ഈ MP ആയതിനു ശേഷവും അതിന് തൊട്ട് മുമ്പും ഒക്കെ സുരേഷ് ഗോപി ഭരചന്ദ്രൻ IPS തന്നെയാണ്. പാർലമെന്റിലെ മറ്റൊരു പ്രസംഗം തീർച്ചയായിട്ടും. അതായത് ഈ ഭരചന്ദ്രൻ IPS നിന്ന് പുറത്തേക്ക് വരാനായിട്ട് സുരേഷ് ഗോപിക്ക് ഇന്നുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൂടാതെ ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ ഈ സുരേഷ് ഗോപി ഒരു വൻ പരാജയമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഒരു ജനപ്രതിനിധി എങ്ങനെ ആയിരിക്കണം, പൊതുജനത്തോട് എങ്ങനെ പെരുമാറണം എന്നറിയാൻ പാടില്ലാത്ത ഒരാളാണ് സുരേഷ് ഗോപി എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. കഴിഞ്ഞ ദിവസത്തെ 2 ഇൻസിഡൻറ്റുകൾ, നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട 2 ഇൻസിഡൻറ്റുകളുണ്ട്. വളരെ വാർദ്ധക്യം ബാധിച്ച ഒരു മനുഷ്യൻ, അദ്ദേഹം സുരേഷ് ഗോപിയുടെ അടുത്ത് ഒരു വീടിൻ്റെ അപേക്ഷയുമായിട്ട് ചെല്ലുന്നു. അപ്പോൾ അത് മുഖ്യമന്ത്രിയുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കാനായിട്ട് സുരേഷ് ഗോപി പറയുന്നു. അദ്ദേഹം ഇരിക്കുന്ന ഒരു ആൽത്തറയിലാണ് ഇരിക്കുന്നത്. പണ്ട് ഈ ആൽത്തറയിലിരുന്ന് മറ്റേ വലിയ സദ്യയൊക്കെ ഉണ്ടതിന് ശേഷം ഈ വരേണ്യ വർഗത്തിൽപ്പെട്ടിരുന്ന ആളുകൾ, താഴേക്കടയിൽപ്പെട്ടിരുന്ന ആളുകളെയൊക്കെ കളിയാക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അത് അമ്പലത്തറയിലിരുന്നുകൊണ്ടാണ് അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അതിന് തുല്യമായ രീതിയിൽ തന്നെയാണ് ഒരു ആൽത്തറയിലിരുന്നുകൊണ്ട്, ആലാണോ എന്തോ ഒരു മരത്തണ തറയിലിരുന്നുകൊണ്ട് ഇദ്ദേഹം രാജ പരിവേഷത്തോടു കൂടി ജനങ്ങളെ കാണുന്നു. അപ്പോൾ അതിൽ നിന്നാ ഒരു സാധാരണക്കാരനായിട്ടുള്ളൊരു പൗരൻ, ഒരുപക്ഷെ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി തന്നെ ആയിരിക്കാം, അയാൾ പറയുന്നു ഈ ഒരു അപേക്ഷ സ്വീകരിക്കണം, എനിക്ക് വീടില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇത് മുഖ്യമന്ത്രിയുടെ കയ്യിൽ കൊടുക്കുമെന്ന് പറയുന്നു. മുഖ്യമന്ത്രിയുടെ കയ്യിൽ ഞാൻ എങ്ങനെ കൊടുക്കാനാ, സാറിത് വാങ്ങിക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്നാൽ എന്താ നെഞ്ചത്തോട്ട് വെച്ചോ എന്നൊക്കെ പറയുന്നൊരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല എന്ന് പറയാതിരിക്കാൻ വയ്യ. അത് സുരേഷ് ഗോപി ആയിക്കൊള്ളട്ടെ, അതാരായിരുന്നാലും തൃശ്ശൂർ പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽപ്പെട്ടിട്ടുള്ള ഏതൊരു വോട്ടർക്കും തങ്ങളുടെ MP ആണ് സമീപിക്കുന്നത്, BJP-കാരനെ അല്ല. സുരേഷ് ഗോപി മനസ്സിലാക്കേണ്ടത്, സുരേഷ് ഗോപി ഇപ്പോൾ ഒരു BJP-കാരൻ മാത്രമല്ല, അല്ലെങ്കിൽ ഒരു ചാണക സംഖ്യയല്ല സുരേഷ് ഗോപി. സുരേഷ് ഗോപി തൃശ്ശൂരിന്റെ MP ആണ്. ഈ വ്യാജ വോട്ടിലൂടെയൊക്കെയാണ് അദ്ദേഹം വിജയിച്ചതെങ്കിലും, അല്ലെങ്കിൽ വോട്ട് അട്ടിമറി കൂടെയൊക്കെയാണ് അദ്ദേഹം വിജയിച്ചിരിക്കുന്നത്. ആരോപണങ്ങളിൽ സുരേഷ് ഗോപി മറുപടി പറഞ്ഞിട്ടില്ല. പറയാനായിട്ട് ഒന്നും ഇല്ലല്ലോ, ഉത്തരമില്ലാത്ത ചോദ്യമല്ലേ അത്. വോട്ട് കട്ട കാര്യം കട്ടു എന്ന് പറയൂ സുരേഷ് ഗോപി. സുരേഷ് ഗോപിക്ക് ഒരിക്കലും പറയാൻ വേണ്ടി സാധിക്കത്തില്ല. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിനൊക്കെ അട്ടിമറിച്ച് വിജയിച്ചിട്ടുള്ള ഒരാൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, താങ്കളൊരു BJP-കാരൻ മാത്രമല്ല, താങ്കളൊരു MP ആണ്, ജനപ്രതിനിധിയാണ്. ജനങ്ങൾ അടയ്ക്കുന്ന നികുതിയിൽ നിന്നും ആ ഖജനാവിൽ നിന്നും ശമ്പളം കൈപ്പറ്റുന്ന ഒരാളാണ് സുരേഷ് ഗോപി. ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ ബാധ്യസ്ഥനാണ് താങ്കൾ. അത് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാതെ ഒരു ഭരചന്ദ്രൻ IPS കളിച്ചു കഴിഞ്ഞാൽ, BJP-യുടെ MLA തെരഞ്ഞെടുത്താൽ മാത്രമേ തൻ്റെ പരാതി ഞാൻ സ്വീകരിക്കത്തുള്ളൂ, അല്ലെങ്കിൽ BJP-ക്ക് നഗരസഭ കിട്ടിയാൽ മാത്രമേ താനിവിടെ MP ആയിട്ട് ആക്ട് ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ നടത്തിയിരിക്കുന്ന സത്യപ്രതിജ്ഞ ലംഘനമാണത്. ഒരു നിമിഷം പോലും സുരേഷ് ഗോപിക്ക് MP എന്നുള്ള നിലയിൽ തൃശ്ശൂരിൽ തുടരാനായിട്ടുള്ള ധാർമ്മികമായിട്ടുള്ള അവകാശമില്ലെന്ന് വേണം നമ്മൾ കാണാനായിട്ട്. എത്ര വൃത്തികെട്ട രീതിയിലാണ് അവിടെ വന്നിരുന്ന ആ ഒരു മനുഷ്യനോട് സുരേഷ് ഗോപി പെരുമാറിയിട്ടുള്ളത്. അതിനെയൊക്കെ ശക്തമായിട്ട് കേരള രാഷ്ട്രീയം എതിർക്കേണ്ടതല്ലേ. ഈ കേരള രാഷ്ട്രീയത്തിൽ ഇതുപോലെയുള്ള വേഷം കെട്ടലുകളോട് നടക്കുന്ന ആളുകളൊക്കെ ആവശ്യമാണെന്ന് ചിന്തിക്കണം. ആയിരക്കണക്കിന് വോട്ടുകൾ തൃശ്ശൂർ കള്ളവോട്ട് ചേർത്ത് വിജയിച്ചു വന്ന ഒരു MP, ജനാധിപത്യത്തെ അട്ടിമറിച്ച MP ആയ ഒരു വ്യക്തി, ആ വ്യക്തിയിൽ നിന്ന് ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കാൻ ഇല്ല എന്നുള്ളൊരു വസ്തുതയാണ്. പക്ഷെ ഖജനാവിൽ നിന്ന് MP സാലറി മേടിക്കുകയും MP-യുടെ ബത്തം മേടിക്കുകയും അല്ലെങ്കിൽ മന്ത്രിയുടെ സാലറി മേടിക്കുകയും ഗവൺമെന്റ് വാഹനങ്ങൾ ഉപയോഗിക്കുകയും ആ വാഹനങ്ങളിൽ യാത്ര ചെയ്യുകയും ആ വാഹനങ്ങളിൽ ഗവൺമെന്റിൽ നിന്ന് തന്നെ ഡീസൽ അടിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ സുരേഷ് ഗോപി നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ തൃശ്ശൂർ പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ ഏതൊരു വോട്ടർ വന്ന് നിങ്ങളോട് ചോദിച്ചാലും നിങ്ങൾ ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ ബാധ്യസ്ഥനാണ്. അവിടുത്തെ ഓരോ വോട്ടറും തരുന്ന അപേക്ഷ നിങ്ങൾ സ്വീകരിക്കുകയും വേണം. അതിനുശേഷം പിന്നീട് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ വേറൊരു വീഡിയോ കൂടെ കാണാനിടയായി. ഒരു സദസ്സിലൊരു രാജാവിനെ പോലെ ഇരിക്കുന്നു, നമുക്ക് അതിലൊന്നും തർക്കമൊന്നുമില്ല, അയാൾ MP ആണ്, അത് അയാൾ എൻജോയ് ചെയ്യുന്നു, നമുക്കതിലൊരു വിമർശനവുമില്ല. പക്ഷേ ഇയാൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമില്ലേ, ഇത്ര അല്പത്തരം കാണിക്കാൻ പാടുണ്ടോ? അപ്പോൾ തന്നെ മൈക്കിൽ കൂടെ വിളിച്ചു പറയുന്നു, ആ 40 പഞ്ചായത്ത് സെക്രട്ടറിമാരെയും വിളിച്ച് ഇതിന് ഉത്തരം പറയാൻ വേണ്ടി പറയൂ, അല്ലെങ്കിൽ വിവരം അറിയുമെന്ന് പറയൂ. എന്തൊരു അല്പത്തരമാണ്. ഇങ്ങനെയുള്ള ഒരു അല്പനെ കണ്ടിട്ടുണ്ടോ?
സുരേഷ് ഗോപി മനസ്സിലാക്കേണ്ടത് ഇത് സിനിമയല്ല ജീവിതമെന്ന് ഇനിയെങ്കിലും ഒക്കെ മനസ്സിലാക്കണ്ടേ? അധികാരം കിട്ടാതെ കിട്ടിയപ്പോഴേ അല്ല, അല്പനർത്ഥം കിട്ടുമ്പോഴത്തേക്ക് അർദ്ധരാത്രിക്ക് കോട്ട പിടിക്കുമെന്ന് പറഞ്ഞൊരു അവസ്ഥയിലാണ്. ഇതിനകത്ത് ഏറ്റവും വലിയൊരു സത്യപ്രതിജ്ഞാ ലംഘനമുണ്ടെന്നേ. കാരണം ഒരു എം പിയുടെ അടുക്കലേക്ക് ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു തൃശ്ശൂർ പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ ഒരു വോട്ടർ ഒരു അപേക്ഷയുമായിട്ട് ചെല്ലുമ്പോൾ മുഖ്യമന്ത്രിയുടെ കയ്യിൽ കൊണ്ടേ കൊടുക്കുമെന്ന് പറയുന്നു. മറ്റൊരു സദസ്സിൽ പറയുന്നു, നിങ്ങൾ തൃശ്ശൂർ നഗരസഭയും ഇവിടുത്തെ MLA-യും BJP-കാരനെ തെരഞ്ഞെടുക്കാൻ. ലോക്സഭയിൽ സുരേഷ് ഗോപി നടത്തിയിരിക്കുന്ന സത്യപ്രതിജ്ഞ എന്താണ്? ജാതിയോ മതമോ രാഷ്ട്രീയമോ കൂടാതെ ജനസേവനം നടത്തുമെന്നാണ്. അങ്ങനെ സത്യപ്രതിജ്ഞ ചെയ്ത് MP ആയിട്ടുള്ള സുരേഷ് ഗോപി നടത്തിയിരിക്കുന്നത് സത്യപ്രതിജ്ഞാ ലംഘനമല്ലേ? നമ്മുടെ പല രാഷ്ട്രീയ വിപ്ലവ സിംഹങ്ങൾക്കും ഇതൊക്കെ തുറന്നു ചോദിക്കാനായിട്ട് ശേഷിയില്ലാണ്ടായി പോയി എന്നുള്ളൊരു അവസ്ഥയല്ലേ? സുരേഷ് ഗോപി സിനിമ കളിച്ചോട്ടെ, നമുക്ക് അതിനകത്ത് യാതൊരു എതിർപ്പുമില്ല. സുരേഷ് ഗോപി ഏത് വസ്ത്രം ധരിച്ചോട്ടെ, സുരേഷ് ഗോപി ഏത് സ്റ്റൈലിൽ വേണമെങ്കിലും നടന്നോട്ടെ, ഭരചന്ദ്രനായിട്ടോ എന്താ ടൈഗറായിട്ടോ എന്തായിട്ടും. പക്ഷെ അത് രാഷ്ട്രീയത്തിൽ പറ്റുമോ? രാഷ്ട്രീയത്തിൽ ജനങ്ങളുമായിട്ടൊക്കെ ഒരു ബന്ധം ഉണ്ടാവണ്ടേ? ജനങ്ങളുമായിട്ടൊരു ബന്ധം പുലർത്താതെ താൻ എന്തോ വലിയൊരു സംഭവമാണ്, താൻ്റെ തലയിൽ കൂടെയാണ് ഈ ഭൂമി കറങ്ങുന്നത് എന്ന് സുരേഷ് ഗോപി ചിന്തിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ മലയാളികൾ അംഗീകരിക്കുമോ? അടുത്ത പ്രാവശ്യം തൃശ്ശൂർ പാർലമെന്റിൽ നിന്ന് കഴിഞ്ഞാൽ സുരേഷ് ഗോപിക്ക് ഇപ്പോൾ കിട്ടിയതിന്റെ പകുതി വോട്ടെങ്കിലും കിട്ടുമോ? കാരണം BJP-കാരെല്ലാം പറയുന്നത് തൃശ്ശൂർ പാർലമെന്റ് നിയോജക മണ്ഡലത്തിനകത്ത് 5 സീറ്റുകൾ BJP നേടുമെന്നാണ്. സുരേഷ് ഗോപി ഇതേ രീതിയിലാണ് മുൻപോട്ട് പോകുന്നതെങ്കിൽ 5 സീറ്റല്ല, നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ടിംഗ് പെർസെൻറ്റേജിൽ ഒരു 10% ഇടിവുണ്ടാവും. കഴിഞ്ഞ 2021 നടന്നിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് ഈ നിയോജക മണ്ഡലങ്ങളിലൊക്കെ എത്ര വോട്ട് കിട്ടിയോ അതിന്റെ 10% കുറഞ്ഞ വോട്ടുകൾ മാത്രമായിരിക്കും സുരേഷ് ഗോപിക്ക് കിട്ടാൻ പോകുന്നത് എന്നുള്ള കാര്യം ഇപ്പോഴേ എഴുതി വെച്ചു. ജനങ്ങളൊന്നും പൊട്ടന്മാരല്ല. കേന്ദ്ര സഹമന്ത്രിക്ക് എന്താ ഉള്ളതെന്ന് പറഞ്ഞ ഇതൊക്കെ കാണുമ്പോൾ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നടക്കുന്ന ഒരു മന്ത്രി, കല്യാണ സദ്യ കൊണ്ടാൻ നടക്കുന്ന ഒരു മന്ത്രി, ഓണസദ്യ കൊണ്ടാൻ നടക്കുന്ന ഒരു മന്ത്രി എന്നതിനപ്പുറത്തേക്ക് സുരേഷ് ഗോപി തൃശ്ശൂരിന് വേണ്ടി എന്താണെന്നേ കൊണ്ടുവന്നേ? സുരേഷ് ഗോപി ഇവിടുന്ന് ജയിച്ചു പോകുന്ന സമയത്ത് പറഞ്ഞാൽ എയിംസ് ഞങ്ങൾ കൊണ്ടുവരും. വന്നോ? ഇപ്പൊ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ പ്രസ്താവനയുണ്ട്, എയിംസ് വരേണ്ടത് അങ്ങ് ആലപ്പുഴയിലാണെന്ന്. ആലപ്പുഴയിലെ KC വേണുഗോപാൽ എന്ന് പറയുന്നത് നല്ലൊരു MP അവിടെയുണ്ട്. അദ്ദേഹം വേണമെങ്കിൽ അവിടെ എയിംസ് കൊണ്ടുവരുമായിരിക്കും, മറ്റു പലതും കൊണ്ടുവരുമായിരിക്കും. അതിന് തൃശ്ശൂർ MP-ക്ക് എന്താണ് കാര്യം? തൃശ്ശൂർ MP-ക്ക് അവിടെ ഒരു കാര്യമില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഒരുപാട് മോഹന സുന്ദര വാഗ്ദാനങ്ങളായിരുന്നല്ലോ. തൃശ്ശൂരിനെ പറുദീസയാക്കും എന്നായിരുന്നല്ലോ. അപ്പൊ എന്തെങ്കിലും ആക്കിയോ? ഇപ്പൊ വർഷം 1.5 കഴിയാൻ പോവല്ലേ? എന്താണ് സുരേഷ് ഗോപി അവിടെ കൊണ്ടുവന്നത്? ബഡ്ജറ്റിൽ എന്തെങ്കിലും കൊണ്ടുവന്നോ? ആദ്യ ബഡ്ജറ്റിൽ തന്നെ വലിയ വലിയ പ്രതീക്ഷകളുമായിട്ടല്ലേ പോയത്. എന്തെങ്കിലും കിട്ടിയോ? ഇതാ വീണ്ടും സെക്കൻഡ് ബഡ്ജറ്റ് വന്നല്ലോ, അതിലെന്തെങ്കിലും കിട്ടിയോ? ഒന്നും കിട്ടിയിട്ടില്ലല്ലോ. പിന്നെ സുരേഷ് ഗോപി എന്തിനാണെന്ന് ഇങ്ങനെ അഹങ്കരിക്കുന്നേ? ആളുകൾ സുരേഷ് ഗോപി മനസ്സിലാക്കേണ്ടത്, ആളുകൾ പുറത്ത് താങ്കളെ പരിഹസിച്ചുകൊണ്ടിരിക്കുക. പുള്ളി വിചാരിക്കുന്ന പുള്ളി വണ്ടിയിൽ വന്നിറങ്ങി അല്ലെങ്കിൽ മാധ്യമങ്ങളുടെയൊക്കെ മുമ്പിൽ നിന്നുകൊണ്ട് മാധ്യമങ്ങളുടെ മാറ് നിങ്ങൾ ആരാ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് ഇവരെല്ലാവരും എന്താ ജനങ്ങളെല്ലാം ഭയങ്കരമായിട്ട് കൈയടിക്കുമെന്നാണ് വിചാരിക്കുന്നത്. BJP-കാർ പോലും കൈയടിക്കുന്നില്ല. BJP-കാർ പലരും പറയുന്നത് ഇയാളുടെ തലയ്ക്ക് പ്രാന്താ പറയുന്നത്. ഉള്ള കാര്യമാണ് പറയുന്നത്. ഇതേ രീതിയിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് സുരേഷ് ഗോപി കുറച്ചുകൂടെ ഒന്ന് ഒതുക്കണം എന്ന് പറയുന്നത് ജനങ്ങളുമായിട്ട് കുറച്ചും കൂടെ ഒന്ന് മിങ്കിൾ ചെയ്യണം. കാരണം നിങ്ങൾ ആദ്യം ഒരു മനുഷ്യനായിട്ട് തൃശ്ശൂരും അതോടൊപ്പം തന്നെ കേരളത്തിലും നടത്തിയിട്ടുള്ള കാരുണ്യ പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കുന്നു. പക്ഷെ ഇപ്പോൾ ഈ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്ത്, ഈ ഒരു കളിയാട്ടം, അത് സുരേഷ് ഗോപി അവസാനിപ്പിക്കണം. അതല്ലെങ്കിൽ സുരേഷ് ഗോപിക്ക് മാത്രമല്ല ദോഷം. ഇപ്പൊ സുരേഷ് ഗോപി പറയും എന്നെ ആര് പുച്ഛിച്ചോട്ടെ, എനിക്ക് പ്രശ്നമല്ല എന്നൊക്കെ പറയുമായിരിക്കും. പക്ഷേ സുരേഷ് ഗോപി അങ്ങനെ അല്ലല്ലേ. സുരേഷ് ഗോപി ഒരു പാർട്ടിയുടെ കൂടെ MP അല്ലേ. ആ പാർട്ടിക്കാർക്ക് നാണക്കേടല്ലേ. കുറച്ചുകൂടെയൊക്കെ ഒരു പക്വത കാണിക്കും സുരേഷ് ഗോപി. കാരണം ഇപ്പോഴും ആ ഒരു തൻ്റെ യൗവന കാലഘട്ടത്തിലെ ഹീറോ ആയിട്ട് നടിച്ച് നടന്നു കഴിഞ്ഞാൽ ജനം പരമ പുച്ഛത്തോടു കൂടിയേ താങ്കളെ കാണത്തുള്ളൂ. താങ്കളിൽ വലിയ പ്രതീക്ഷയൊക്കെ തൃശ്ശൂരുകാർക്ക് ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷ ഓരോ ദിവസവും അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം സുരേഷ് ഗോപി മനസ്സിലാക്കണം. മാറാൻ ശ്രമിക്കുക. ഉപദേശിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കത്തുള്ളൂ. ബാക്കി തീരുമാനമെടുക്കേണ്ടത് സുരേഷ് ഗോപിയാണ് എന്ന് മാത്രമേ ഈ വിഷയത്തിൽ പറയാനുള്ളൂ.